ഹലോ, ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം GCC കൺട്രിയിൽ താപനില ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 45 ഡിഗ്രി 50 ഡിഗ്രി ഒക്കെ ഉണ്ട് ഇപ്പം ചൂട്. ഔട്ട്സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ലേബേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ വെളിയിലൊക്കെ ജോലിക്ക് പോയിട്ട് കാറ് ഔട്ട്സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ചൂടിലോട്ട് കയറും. അങ്ങനെയൊക്കെയുള്ളവർ ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് എന്താണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹീറ്റ് മൂലം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടി കൂടുതലാകുകയും നമ്മുടെ ബോഡി തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അത് പറ്റാത്ത ഒരു അവസ്ഥയാണ് ഹീറ്റ് സ്ട്രോക്കിലേക്ക് മാറുന്നത്. ഇത് യഥാർത്ഥത്തിൽ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനാണ്. മരണം വരെ ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. പ്രത്യേകിച്ച് ലേബേഴ്സ് ഒക്കെ ഔട്ട്സൈഡിൽ വർക്ക് ചെയ്യുക, നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ പെട്ടെന്ന് 40 ഡിഗ്രീനെക്കാട്ടി കൂടുതലാകുക, അൺകോൺഷ്യസ് ആകുക, പിന്നെ പെട്ടെന്ന് തലകറക്കം പോലെയൊക്കെ വരിക, അല്ലെങ്കിൽ നമ്മുടെ ഫാസ്റ്റായിട്ട് ബ്രീത്ത് എടുക്കുക, ഹാർട്ട് ബീറ്റ്സ് ആണെങ്കിൽ ഫാസ്റ്റനാകുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഇത് ഹീറ്റ് സ്ട്രോക്കിലേക്ക് പോകുന്ന ഒരു സിംറ്റംസ് ആണ് അതൊക്കെ. അപ്പം നിങ്ങൾ പ്രോപ്പർ കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ രക്ഷിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ കാണുവാണെങ്കിൽ ആ വ്യക്തിയെ ആ ഹീറ്റായിട്ടുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ഷെയ്ഡിന് അണ്ടറിലേക്ക് ആ വ്യക്തിയെ മാറ്റിയതിന് ശേഷം ഈ വ്യക്തിക്ക് പ്രോപ്പർ എയർ സർക്കുലേഷൻ, ആൾക്കാർ കൂടി നിന്നൊന്നും എയർ സർക്കുലേഷൻ ഇല്ലാതെ ഒരു സാഹചര്യം വരരുത്. പ്രോപ്പറായിട്ട് എയർ സർക്കുലേഷൻ ഉള്ള ഒരിടത്തായ അദ്ദേഹത്തെ കിടത്തിയിട്ട് ഡ്രസ്സൊക്കെ ടൈറ്റ് ഡ്രസ്സാണെങ്കിൽ അത് ലൂസൺ ചെയ്യുക. അതിനുശേഷം ഐസ് പാക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴുത്തിൻ്റെ അവിടെയും കഷത്തിലും കാലിൻ്റെ ഇടുക്കിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഈ ടെമ്പറേച്ചറിനെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ബോഡിക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റത്തില്ല, അപ്പം ഐസൊക്കെ വെച്ച് ടെമ്പറേച്ചർ കുറയ്ക്കുക. ഈ വ്യക്തി കോൺഷ്യസ് ആണെങ്കിൽ അല്പം വെള്ളം കൊടുക്കുക. അങ്ങനെ അത് പക്ഷെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആംബുലൻസിനെയോ എമർജൻസി മെഡിക്കൽ അറ്റൻഷൻ നിങ്ങൾ എടുക്കണം, ആംബുലൻസിനെയോ വിളിക്കണം. ഇങ്ങനെ വെളി വർക്ക് ചെയ്യുന്ന വ്യക്തികൾ എന്താ ചെയ്യേണ്ടത്? ഹീറ്റ് സ്ട്രോക്ക് വരാതെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം, ഏറെ വെള്ളം കുടിക്കണം. നമ്മുടെ ബോഡി ഇപ്പം ഈ ചൂടുള്ളതും കൊണ്ട് ഒത്തിരി വെള്ളം കുടിക്കണം. ഇൻ ബിറ്റ്വീനിൽ ബ്രേക്ക് എടുക്കണം. നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾ ഹീറ്റ് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അന്നേരം തന്നെ ഒരു ഷെയ്ഡിന് അണ്ടറിൽ വന്നിട്ട് നിങ്ങൾ റെസ്റ്റ് ചെയ്യണം, ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. അതിനുശേഷം അല്പം വെള്ളം കുടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ ജോലി കണ്ടിന്യൂ ചെയ്യാവൂ. അപ്പം പ്രോപ്പർ കെയർ ചെയ്യണം. ആരും നിസ്സാരമായിട്ട് കാണരുത്. സൺലൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർ 12 മണി ആ സമയത്ത് ചൂട് കൂടി നിൽക്കുന്ന സമയത്ത് ജോലിയെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം പ്രോപ്പർലി കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. താങ്ക് യു സോ മച്ച്.